நெஞ்சுக்குள் பெய்திடும் மாமழை, நீருக்குள் மூடிடும் தாமரை, தாமரை பொன்வண்ணம் சூடிய காரிகை, പെണ്ണേ നീ കാഞ്ചനൈ. ദിലീപ് പറഞ്ഞിട്ടില്ലേ, ദിലീപും ലാലും കൂടി എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി എൻ്റെ ഔഡിക്കകത്താണ് വന്നിരുന്ന പാട്ട് കേട്ടത്. അപ്പം ദിലീപ് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ. ഞാൻ പറഞ്ഞ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യേശുദാസിൻ്റെയും ഹരിഹരൻ്റെയും ജയചന്ദ്രനാണ്. ഇവർ രണ്ടുപേരേക്കാൾ കഠിനം. എനിക്ക് നല്ല ഉച്ചത്തിൽ ചോദിക്കാനറിയാം. പക്ഷേ ആ വേദി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ഒരു തുളസി കതിരിൻ്റെ അത്രയും പവിത്രതയുള്ള മനസ്സുമായി വരുന്ന കുഞ്ഞുങ്ങളാണ്. ഞാനത് അവർ തീയിട്ടെങ്കിൽ അതിനകത്തേക്ക് പെട്രോൾ ഒഴിക്കാൻ ഞാൻ തയ്യാറല്ല. പെട്രോൾ ഇസ് വെരി എക്സ്പെൻസീവ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് പ്രേമേന്ദ്രനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, സംസാരിക്കില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരാൾ സിനിമാ നടനായിരുന്ന പ്രേമൻ അറിയുന്നത് 2 വർഷത്തിന് ശേഷം. ഇതാ സുരേഷ് ജിയാണ് ഈ സുരേഷ് ഗോപി എന്നുള്ളത് അറിയുന്നത് തന്നെ. അപ്പം അത്രയും ഒരു അന്തർമുഖനായിരുന്നു ഞാൻ. തൃശ്ശൂർ എടുക്കാനെത്തി തൃശ്ശൂരിൻ്റെ സ്വന്തമായി മാറിയ സുരേഷ് ഗോപി, നമ്മുടെ എല്ലാം സുരേഷ് ഏട്ടൻ ഇപ്പോൾ കലോത്സവ വേദിയിലെത്തിയിരിക്കുന്നു. സുരേഷേട്ടൻ്റെ കലോത്സവ അനുഭവം എത്ര വയസ്സ് മുതലാണ് തുടങ്ങുന്നത്? ഞാൻ ഒരു കലാകാരനായതിനു ശേഷമാണ് ഒരുപക്ഷെ ഈ പൂരപ്പറമ്പിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റുന്നത്. ഞാനിതിനെ പൂരപ്പറമ്പായിട്ട് തന്നെയാണ് കാണുന്നത്. കലാരൂപങ്ങളുടെ കൊട്ടിഘോഷം നടക്കുന്ന, ആഘോഷം നടക്കുന്ന പൂരപ്പറമ്പ്. അതാണ് എല്ലാ ജില്ലകളിലും യുവജനോത്സവത്തിൻ്റെ പേരിൽ എനിക്ക് ആ കോൺസെപ്റ്റ് തന്നെയാണ്. കുട്ടികളെല്ലാം ഈ നെറ്റിപ്പട്ടം തിടംവേറ്റിയ ഗജവീരന്മാരായിട്ട് കാണാൻ സാധിക്കുക. അതിൽ ഭംഗി, അതിൽ തിളക്കങ്ങൾ ഇങ്ങനെ വെട്ടിയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ പ്രകടനത്തിൽ വെട്ടിത്തിളക്കമായിട്ട് നമുക്ക് ഉപമിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു കലാകാരനായതിനു ശേഷം ഒരുപക്ഷെ ഇങ്ങനെയുള്ള വേദികളിൽ ക്ഷണിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങളും പോലീസ് സംരക്ഷണയൊക്കെ തന്നു കൊണ്ടുപോയതല്ലാതെ ഒന്ന് കറങ്ങി നടന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നു KC വേണുഗോപാൽ MP ആയിരിക്കുന്ന സമയത്തോ മന്ത്രിയായിരിക്കുന്ന സമയത്തോ കേരളത്തിൽ ആലപ്പുഴയിൽ ഇത് നടക്കുന്ന സമയത്ത് അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഞാൻ പോയി പച്ചക്കറി അരിയുന്നിടത്തൊക്കെ പോയിരുന്നു, പച്ചക്കറി അരിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ കുട്ടികളും ഈ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആയിട്ടിരുന്ന് ഊണ് കഴിച്ച് ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് കലയുടെ ഒരു ഗന്ധം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് പ്രേമേന്ദ്രനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, സംസാരിക്കില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരാൾ സിനിമാ നടനായിരുന്ന പ്രേമൻ അറിയുന്നത് 2 വർഷത്തിന് ശേഷം. ഇതാ സുരേഷ് ജിയാണ് ഈ സുരേഷ് ഗോപി എന്നുള്ളത് അറിയുന്നത് തന്നെ. അപ്പം അത്രയും ഒരു അന്തർമുഖനായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കലാകാരനായതിനു ശേഷം ഒരുപക്ഷെ കൂടുതൽ യുവജനോത്സവം നമ്മൾ ഫോക്കസ് ചെയ്ത് കാണുന്നത് കൊണ്ടും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടു, അത് സ്വയമായിരിക്കാം അല്ലേ, ആരോപണങ്ങളൊന്നും നമുക്ക് ഉന്നയിക്കാനൊക്കത്തില്ല. അതങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചതുകൊണ്ടും അങ്ങനെ ഒരു സിലബസ് പഠിച്ചതുകൊണ്ടും ഒരുപക്ഷെ ഇത് അനുഭവ യോഗ്യമായില്ല, യോഗമുണ്ടായില്ല. ഈ കലോത്സവ വേദി ഇപ്പോൾ ഈ തൃശ്ശൂരിലേക്ക് വന്നാൽ, സുരേഷ് ഏട്ടൻ കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ഒരു തൃശ്ശൂരിൽ നടക്കുന്ന ഒരു കലോത്സവം, ഇവിടെ ആദ്യം തന്നെ ഉയർന്നു കേട്ട താമരയുടെ രാഷ്ട്രീയമാണ്. അതൊന്നും രാഷ്ട്രീയവും അല്ല, അത് ഒരു ദേശീയ പുഷ്പം. നമുക്കങ്ങനെ രാഷ്ട്രം എന്ന് കണ്ടാൽ പിന്നെ രാഷ്ട്രീയമില്ല. ഇത് പൂവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. അത് ഞാനെന്തിനാ ഈ വേദി, കുഞ്ഞുങ്ങളുടെ അവകാശമാണ് ഈ വേദി. ഇവിടെ നിന്ന് ഞാൻ ആ വാക്കുകളൊക്കെ പറയണം. കുഞ്ഞുങ്ങളുടെ ഒരു ആഘോഷമായ ഒരു വേദിയിലും രാഷ്ട്രീയം പറയുന്ന രീതികളുണ്ടല്ലോ. ഇല്ല, ഞാനത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ നിശ്ചയം. എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. അതിന് ഞാൻ എന്താ മറുപടി പറഞ്ഞത് കേട്ടില്ല. ഈ വേദിയുടെ ഗരിമ അത് എൻ്റെ നേതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വേദികളുണ്ട്, അവിടെ നമുക്കത് പറയാം, അത് പറഞ്ഞോളും. എന്നാണ് ഈ പാർട്ടിയിലെ കൊച്ചു പിള്ളേർ അതിനെല്ലാം മറുപടി ഇപ്പോൾ പറഞ്ഞു തുടങ്ങിക്കാണും. അതിനുള്ള കെൽപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, അതിൻ്റെ അനുചര സംഘങ്ങൾക്കും സംഘടനകൾക്കുമുണ്ട്. അവരാ മറുപടി കൊടുത്തോളും. ഇനി ഈ മറുപടി ഒന്നും ആവശ്യമില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അതിൻ്റെ എല്ലാം പിന്നിലെ സത്യം എന്താണെന്ന് ആശാവർക്കർമാരുടെ ആയാലും തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ആയാലും ഇവിടുത്തെ കർഷകരുടെ ആയാലും 3 കാർഷിക നിയമങ്ങൾ തച്ചുടച്ച് കഴിഞ്ഞിട്ട് ഇന്ന് കർഷകൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് നല്ല ഉച്ചത്തിൽ ചോദിക്കാൻ അറിയാം. പക്ഷേ ആ വേദി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ഒരു തുളസി കതിരിൻ്റെ അത്രയും പവിത്രതയുള്ള മനസ്സുമായി വരുന്ന കുഞ്ഞുങ്ങളാണ്. ഞാനത് അവർ തീയിട്ടെങ്കിൽ അതിനകത്തേക്ക് പെട്രോൾ ഒഴിക്കാൻ ഞാൻ തയ്യാറല്ല. പെട്രോൾ ഇസ് വെരി എക്സ്പെൻസീവ്. ഒരിക്കലുമല്ല. ഇല്ലല്ല. കല എന്ന് പറയുന്നത് രാഷ്ട്രീയമെന്ന് അങ്ങനൊരു നിങ്ങൾ ബോംബിട്ട മാതിരിയാണ് എനിക്ക്. രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത്, രാഷ്ട്രീയമേ അല്ല പറയുന്നത്, വിഷയങ്ങളാണ് പിക്ക് ചെയ്യുന്നത്. സിനിമയിലെന്താ അപ്പോൾ എല്ലാ സിനിമയും നിങ്ങൾ രാഷ്ട്രീയമായി കാണുമോ? ഇപ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് പ്രതിപാദിക്കാത്ത സിനിമയിലും രാഷ്ട്രീയം തന്നെയാണ് വിഷയം. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേദിയിൽ ഉന്നയിക്കപ്പെടും. പക്ഷെ അത് ഉന്നയിക്കപ്പെടുമ്പോൾ എല്ലാത്തിനെയും അംഗീകരിക്കണം. ചിലതിന് മാത്രം അംഗീകാരം, ചിലതിന് തടസ്സം, അത് പാടില്ല. ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സുരേഷ് ഏട്ടാ, നീ പാട്ട് പഠിച്ചു തുടങ്ങിയതെന്ന്? പാട്ട് പഠിച്ചിട്ടില്ല, ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഗംഭീരമായിട്ട് പാടണ്ടേ? അല്ല, അത് ദിലീപ് പറഞ്ഞിട്ടില്ലേ. ദിലീപും ലാലും കൂടി എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി എൻ്റെ ഔഡിക്കകത്താണ് വന്നിരുന്ന പാട്ട് കേട്ടത്. അപ്പം ദിലീപ് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ. ഞാൻ പറഞ്ഞ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യേശുദാസിൻ്റെയും ഹരിഹരൻ്റെയും ജയചന്ദ്രനാണ്. ഇവർ 2 പേരേക്കാൾ കഠിനം. ജയേട്ടൻ്റെ പാട്ടുകൾ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളിക്കൊരു വല്ലാത്ത സംഗതിയാണ്. എനിക്ക് തോന്നുന്നത് അത് ശാസ്ത്രീയ സംഗീതം പെർഫെക്റ്റായിട്ട് പഠിക്കാത്ത ആളായതുകൊണ്ട് പുള്ളിക്ക് മനോധർമ്മം എന്ന് പറയുന്നത് അധികമായിരുന്നു. അപ്പോൾ ഇത് അനുകരിക്കാൻ പറ്റാത്ത ഗായകരുടെ പാട്ടുകളെടുക്കും. ഷാൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലൊരു പാട്ടുകാരനുണ്ട്, സോനു നിഗം. ഇവരുടെ എല്ലാം പാട്ടെടുത്ത് ഫുൾ വോളിയൂമിൽ വയ്ക്കുക. അതായത് ഞാൻ പാടുന്നത് ഞാൻ കേൾക്കാതിരിക്കാൻ അത്രയും വോളിയൂമിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ അവർ 8 കട്ടയിലാണ് പാടുന്നതെങ്കിൽ ഞാൻ 10 കട്ടയിൽ പാടും. കാരണം അത്രയും എൻ്റെ വോയിസിന്. അതുകൊണ്ട് ഗുണം എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഒരു കാലത്തും വരില്ല എന്ന് വിചാരിച്ച സംഗതികൾ ഞാൻ അറിയാതെ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു സംഗതിയിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും പാടാതെ പോവാന്ന വിഷയമില്ല അതിനകത്ത്. അങ്ങനത്തെ ഒരു വിഷയമില്ല. 2 പാട്ട് പാടി. സംഗീതത്തോട് ആകർഷിക്കുന്ന സിനിമയെന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. ഞാൻ 50 or 60 പ്രാവശ്യം അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ ഡബ്ബിംഗ് വർക്കെല്ലാം തുടങ്ങി വെച്ചത്. പക്ഷേ പെട്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ കാശ് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ അച്ഛനത് വെച്ചൊഴിഞ്ഞ് വന്നു. അത് പിന്നെ ഹൻസ പിക്ചേഴ്സ് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഒരു വലിയ ഫോർച്യൂണായിരുന്നു ആ സിനിമ. പക്ഷേ അച്ഛന് പറ്റില്ലായിരുന്നു എടുക്കാൻ, അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു. അപ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ കേട്ടിട്ട് ആണ് സംഗീതത്തോട് ഭ്രമം, പ്രണയം ഒക്കെ ഉണ്ടാവുന്നത്, ആകൃഷ്ടനായത്. പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയെങ്കിലും പറ്റുമെന്ന്. അപ്പം അതിനകത്ത് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഇപ്പം രാഗം താനം പല്ലവി ഇതൊക്കെ ആകർഷിച്ച പാട്ടുകളാണ്. ഞാൻ ശ്രമിക്കാത്ത ഒരു പാട്ട് ഇതാണ് ശങ്കര. കാരണം അത് ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തു. എന്നെ ഇതിനകത്ത് ഈ ശാസ്ത്രീയ സംഗീതത്തെ ഒരു പക്ഷേ ആ വാക്കിനെ ഉപയോഗിച്ച പ്രശ്നമാകുമെന്ന് എനിക്കറിയത്തില്ല. പ്രോസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു സന്ദേശം അതിലെ ശാസ്ത്രികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കീർത്തനം എന്ന് പറയുന്നത് തുടങ്ങി വയ്ക്കുന്നത് തമാശ രൂപത്തിലാണ്, കോമഡി രൂപത്തിൽ. അതിടയ്ക്ക് ശാസ്ത്രികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യയും വന്ന് അത് തടയും. ശിഷ്യനും വന്ന് അത് തടഞ്ഞിട്ട് അദ്ദേഹം പറയും ഇങ്ങനെ സംഗീതത്തെ കൊല ചെയ്യരുത്, എല്ലാറ്റിനും അതിൻ്റേതായ അന്തസ്സുണ്ട്, അത് വിടാതെ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അതിൻ്റെ ഒറിജിനൽ ക്ലാസിക്കൽ വേർഷൻ പാടുന്നുണ്ട്. ഞാൻ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഡയലോഗൊന്നും എടുത്ത് പറഞ്ഞ് എൻഗേജ് ചെയ്യിക്കാനൊക്കത്തില്ല.
കേൾവിക്കാരൻ. തുടങ്ങുന്നത് ഇങ്ങനെ: ಬ್ರೋಚೆ ವಾರವರುರ ನಿನುವಿನ ರಘುವರ ನನ್ನು ಬ್ರೋಚೆ ವಾರವರುರ ಟಟ ಟಟ ರಘುವರ ತತ ತತ ನಿನುವಿನ ತತ ತತ ನನ್ನು ಬ್ರೋಚೆ ವಾರವರುರ ನಿನುವಿನ ರಘುವರ ನನು ಬ್ರೋಚೇವಾ ಆರೆ ವರುರ నీ పదనాంబుజములునే విడరాద కరుణావాల బ్రోచేవా ആരെ വരുരാ ഇനിയൊരു രണ്ടൊരു മെലഡിയും കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. വേറൊരു ചോദ്യം ചോദിക്കട്ടെ അതിന്റെ ഇടയിൽ. ഇപ്പൊ ഇന്ന് കലോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ നമുക്കൊന്ന് സങ്കല്പിക്കാം ഏത് ഇനത്തിലായിരിക്കും പങ്കെടുക്കുക? എനിക്കറിയത്തില്ല, മിക്കവാറും ലൈറ്റ് മ്യൂസിക്കിനായിരിക്കും. എനിക്ക് ആ വേണുഗോപാലൊക്കെ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇംതിയാസ് കൊല്ലത്ത് ഞങ്ങളുടെ സീനിയറായിരുന്നു, മേനോൻ സാറിൻ്റെയൊക്കെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ SN കോളേജിൽ നിന്ന് മാർക്കോസ്, ഇവരൊക്കെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോയി പാടുന്ന ഈ സുരസുര രാജിതയിൽ വാക്കുകളൊക്കെ വരുമല്ലോ, അങ്ങനത്തെ പാട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് കോരിത്തരിച്ച് നിന്ന് പോയിട്ടുണ്ട്. കൊല്ലത്ത് യുവജനോത്സവം നടക്കുമ്പോൾ ഫാറ്റിമ കോളേജിൽ വേദി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പോയി പ്രോത്സാഹന കൂട്ടങ്ങളാണ്, സംഘങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതാണ് ആദ്യം മനസ്സിൽ പതിഞ്ഞ യുവജനോത്സവത്തിൽ ഒരു ഞാനിപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ ചക്ക എനിക്ക് ചക്കയല്ലാതെ, അല്ലെങ്കിൽ വിളഞ്ഞ ചക്ക വെച്ചുള്ള അവിയലല്ലാതെ എനിക്ക് വേറെ ഒരു രൂപത്തിലും എനിക്കിഷ്ടമല്ല. ചക്ക ചിപ്സും ഇഷ്ടമാണ്, ചക്ക വരട്ടിയത്, ചക്ക പായസം, പഴം പായസം, ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അത് കഴിക്കത്തില്ല. നാളെ ഞാൻ ഇല്ല, മൂകാംബികയിലാണ്. അപ്പോൾ അതുകൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഏതാ? ഇത്തിരി ഉയർത്തിപ്പിടിക്കണം, ഇങ്ങനെ പാടാനൊക്കെ. നെഞ്ചുക്കുள் പെയ്തിടും മാമഴை, நீருக்குள் மூழ்கிடும் தாமரை, பொன்வண்ணம் சூடிய காரிகை, பெண்ணே நீ காஞ்சனை. ஓ சாந்தி சாந்தி ஓ சாந்தி, என் உயிரை உயிரை நீ ஏந்தி ஏன் சென்றாய் சென்றாய் என்னை தாண்டி, இனி நீதான் எந்த நந்தாதி. நெஞ்சுக்குள் பெய்திடும் மாமழை, நீருக்குள் மூடிடும் தாமரை, தாமரை பொன்வண்ணம் சூடிய காரிகை, പെണ്ണേ നീ കാഞ്ചനൈ. അങ്ങനെ കലയും രാഷ്ട്രീയവും അതിഗംഭീരമായി അതിവിദഗ്ധമായി കൊണ്ടുപോകുന്ന നമ്മുടെ സുരേഷ് ചേട്ടന് എല്ലാവിധ ആശംസകളും. റിപ്പോർട്ടർ TV-യുടെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ വരും നാളുകളിലും ഏറ്റവും ഗംഭീരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ.